കേരളത്തിൽ 7.1 സറൗണ്ട് സൗണ്ട് അധികം പ്രദർശനശാലകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. കോഴിക്കോട് ക്രൗൺ തിയേറ്ററിലാണ് 7.1 ശബ്ദ വിതരണ സങ്കേതത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. സൗണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ പലപ്പോഴും ഉള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ലൗഡായിട്ടുള്ളത് എന്നുള്ള, അതിൻ്റെ എത്ര വോള്യൂം കൂട്ടി വയ്ക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ശരിക്കും നല്ല സൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാരിറ്റിയും സെപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പണ്ട് മുതലേ പല ടെക്നോളജി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് വണ്ണാണ് 7.1. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോളിവുഡ് സിനിമയാണ് ഏറ്റവും അധികം ഈ സൗണ്ടിനെ നന്നായി ഉപയോഗിക്കുന്നത്. കാരണം അവർ അതിൽ അത്രയ്ക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോളിവുഡ് സിനിമയും 7.1 വരാൻ തുടങ്ങി. നമുക്ക് സാധാരണ പടം വരുമ്പോൾ 2 ഫോമാറ്റിലും വരും, 5.1 വരും, 7.1 വരും. പക്ഷേ 7.1 സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 7.1 വെച്ചതുകൊണ്ട് നമുക്ക് എല്ലാ പടവും 2 ഫോമാറ്റിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7.1 നമുക്കത് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. റെക്കോർഡിങ് ചെയ്യുന്ന ലെവൽസ്, സാധാരണ ഹോളിവുഡ് സിനിമ അവർ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലെവൽസിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. തമിഴും ഹിന്ദിയും മലയാളമൊക്കെയാണ് ഇവിടെ ലെവൽസ് കൂട്ടി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പം മലയാളം സിനിമേൻ്റെ തമിഴ് സിനിമേൻ്റെ അങ്ങനത്തെ ഒരു സൗണ്ട് ലെവലാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഹോളിവുഡ് സിനിമയിൽ അത് കിട്ടില്ല. ഹോളിവുഡ് സിനിമയിൽ അവരുടെ ഡയലോഗ്സൊക്കെ ഇപ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കണം ഈ ഒരു സിറ്റുവേഷനാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഈ സൗണ്ട് ലെവലേ വരുള്ളൂ. പക്ഷേ തമിഴിനും തെലുങ്കിനും ഒന്നും അതുപോരാ. അവർക്ക് ഹീറോ ഒന്ന് ഗർജിക്കണം, സെൻട്രൽ സ്പീക്കറിൽ വന്ന് ഗർജിക്കണം, എന്നാലേ ഇഷ്ടമാവുള്ളൂ. അതേമാതിരി ഇപ്പോൾ ഹോളിവുഡ് സിനിമയിൽ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷയും ബസ്സും ഇതൊക്കെ പോണ സൗണ്ട് ആ ലെവലിലേ റെക്കോർഡ് ചെയ്യുള്ളൂ, കൂട്ടി വയ്ക്കില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് തമിഴിലും മലയാളത്തിലും ഉള്ളത്, ഈ ഓട്ടോറിക്ഷേൻ്റെ സൗണ്ട് കൂടും. ഇറ്റ് വിൽ ബി ലൗഡർ ദെൻ ദ സ്റ്റേജിൽ മറ്റേ സംഭാഷണത്തിനെക്കാട്ടും. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ ലെവൽ ഇതിൽ മുങ്ങിപ്പോവും, ഈ സറൗണ്ട് സൗണ്ടിൽ മുങ്ങിപ്പോവും. അപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ടാണ് വരിക. അത് ശ്രദ്ധിച്ച് ചെയ്യുന്ന എൻജിനീയേഴ്സുള്ള വളരെയധികം ആൾക്കാരുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴാണ് ശരിക്കും സൗണ്ട് ആസ്വദിക്കാൻ പറ്റുക. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ബെറ്റർ ദെൻ മീഡിയം ലെവൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ എനിക്ക് വിശേഷിപ്പിക്കാം. കാരണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ മേയർ സൗണ്ട് എന്ന് പറയും. മേയർ സൗണ്ട് ശരിക്കും റോക്ക് കോൺസേർട്സിനൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അതിന് ലീനിയർ അറേ സ്പീക്കേഴ്സ് എന്നാണ് പറയുക. അതിന് 1, 2, ഇതിലിപ്പോൾ 4, 3, 7 സ്പീക്കറാണ് സ്റ്റേജിലുള്ളത്. അതിന് എത്ര വേണമെങ്കിലും വയ്ക്കാം. ഫുൾ സ്റ്റേജിൻ്റെ പിന്നിൽ മുഴുവൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും സ്പീക്കേഴ്സ്. അപ്പോൾ ആ ലെവലിലൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ കോടികൾ മുടക്കണം. അല്ലാതെ JBL ഉണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സ്പാനിഷ് കമ്പനിയുടെയാണ്, 18 സൗണ്ട് എന്ന് പറയും. 18 സൗണ്ട് പ്ലസ് BMSൻ്റെ മറ്റേ ഹൈ ഫ്രീക്വൻസി സ്പീക്കേഴ്സാണ്. സൗണ്ട് സിസ്റ്റം എന്ന് പറയാൻ ഓഡിയോ സെൻറ്റർ എന്ന് പറയും, ജർമ്മൻ കമ്പനി ഓഡിയോ സെൻറ്റർ, അതിൻ്റെ ആംപ്ലിഫയേഴ്സാണ്. ആൻഡ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോർ സൗണ്ട്, സിനിമ പ്രോസസ്സർ. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള 2 കമ്പനീസാണ് ഇപ്പോൾ ഉള്ളത്. വൺ ഇസ് ഡോൾബി, ദി അതർ ഇസ് ഡാറ്റാസാറ്റ്. ഡാറ്റാസാറ്റാണ് ലേറ്റസ്റ്റ് വൺ. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡാറ്റാസാറ്റാണ്. ഡാറ്റാസാറ്റ് ആയിരുന്നു പണ്ട് DTS സംവിധാനം ഒരുക്കിക്കൊണ്ടിരുന്നത്. അതേ കമ്പനി തന്നെയാണ്. അവർ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഡാറ്റാസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡാറ്റാസാറ്റിൻ്റെ AP20 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പ്രോസസ്സറിൻ്റെയാണ്. അതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കൽ സൗണ്ട് ലെവൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിൻ്റെ ലെവൽ അനുസരിച്ച്, അവരുടെ നോയ്സ് ലെവൽ അനുസരിച്ചിട്ട് ഇത് ഇവിടുത്തെ ഔട്ട്പുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. അതിന് ഡയറക്റ്റ് ആക്റ്റീവ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊവിഷനുണ്ട്. അപ്പോൾ ആ സിസ്റ്റം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഓഡിയൻസ് കൂടിയാൽ ഞാൻ അവിടെ പോയിട്ട് സൗണ്ട് കൂട്ടിയോ കുറയ്ക്കുകയോ അതൊന്നും വേണ്ടി വരില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തോളും. അപ്പോൾ ഓഡിയൻസിൻ്റെ ആസ്വാദനം ശരിക്കും ഇറ്റ് വിൽ ബി 10 ആളായാലും 100 ആളായാലും ഇറ്റ് വിൽ ബി ദ സെയിം.